അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ അതൊക്കെ തന്നെയാണ്. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യ വാർത്തയിലേക്കാണ്. DK ശിവകുമാറിന്റെ ഗുരുതര ആരോപണം, അത് വിവാദത്തിൽ. കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നു എന്ന ആരോപണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. രാജരാജേശ്വരി ദേവസ്ഥാനത്തിനടുത്താണ് യാഗം നടന്നതെന്നും DK ശിവകുമാർ പറഞ്ഞു. ശത്രു സംഹാര ഭൈരവ യാഗം എന്നൊക്കെയാണ് DK ശിവകുമാർ പറഞ്ഞത്. വിവരശേഖരണത്തിനായി കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ണൂരിലെത്തി. കേരളത്തിൽ ഇപ്പോഴും മൃഗബലി നടക്കുന്നുണ്ടോ? നിരോധിച്ച ദുരാചാരം കേരളത്തിലുണ്ടെന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ രാഷ്ട്രീയ എതിരാളികളാണ് മൃഗബലി നടത്തിയതെന്നാണ് DK പറയുന്നത്. ഇതിനായി ആട്, പോത്ത്, പന്നി എന്നീ മൃഗങ്ങളെ ബലി കൊടുത്തു. ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് കൃത്യമായി അറിയാമെന്നും DK ശിവകുമാർ പറഞ്ഞു. അതേസമയം DK ശിവകുമാറിന്റെ ആരോപണം തള്ളി യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് രംഗത്തെത്തി. ഹിന്ദു സമൂഹത്തിൽ വികലമായ ആചാരങ്ങളില്ലെന്നാണ് പ്രതികരണം. ഇത് വെറുതെ പറയുന്ന ഒരു സ്റ്റണ്ടാണ്. ഇതിനകത്ത് ചുമ്മാ കാശ് പിടുങ്ങാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും ശാസ്ത്രത്തിലുള്ളതല്ല. ഞാൻ പറഞ്ഞ 14 വർഷമായിട്ട് പോയിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇങ്ങനെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഒന്നും ഇല്ല. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ അദ്ദേഹത്തിനോട് പണം വാങ്ങിക്കാൻ വേണ്ടി ചെയ്ത പോലൊക്കെ എനിക്ക് തോന്നുന്നു. രാജരാജേശ്വരി ദേവസ്ഥാനത്തിന് സമീപത്താണ് മൃഗബലി നടന്നതെന്ന് പറയുമ്പോഴും കൃത്യമായ വിവരങ്ങൾ DK ശിവകുമാർ പുറത്തുവിട്ടിട്ടില്ല. കേരളത്തെ സംബന്ധിച്ച വിവാദ വെളിപ്പെടുത്തലിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് DK ശിവകുമാർ തന്നെയാണ്. 24 ബംഗളൂരു. എന്തായാലും യഥാർത്ഥത്തിൽ അത് ഇത് പറയാൻ വേണ്ടി വിളിച്ച വാർത്താ സമ്മേളനമൊന്നും ആയിരുന്നില്ല. വാർത്താ സമ്മേളനം കഴിഞ്ഞ് മാധ്യമപ്രവർത്തനമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഉണ്ടായ വളരെ ഇൻഫോർമലായി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് നോക്കി കാത്തിരുന്ന് കാണാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ വളരെ ദീർഘനാൾ നീണ്ട ഒരു ഇലക്ഷൻ എക്സസൈസ് നാളെ പൂർത്തിയാകാൻ പോവുകയാണ്. അവസാനഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കം 57 മണ്ഡലങ്ങളാണ് നാളെ വിധി എഴുതുക. 18ാം ലോക്സഭയുടെ ഘടന എങ്ങനെയായിരിക്കും? തങ്ങൾക്ക് അനുകൂലമാകും ജനവിധി എന്നാണ് ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ അവകാശവാദം. നാളെ 57 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ പരമാവധി നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് എല്ലാ പാർട്ടികളും. കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഉണ്ടായ വോട്ടുകുറവ് ഇരുവിഭാഗങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ കനത്ത ചൂട് നാളത്തെ വോട്ടിങ്ങിനെയും ബാധിക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. രാജ്യത്ത് നാളത്തെ വോട്ടിംഗ് പൂർത്തിയാകുന്നതോടെ നരേന്ദ്രമോദി സർക്കാർ ഓർമ്മയായി മാറുമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ഇന്ത്യ മുന്നണിയുടെ യോഗവും നാളെ ഡൽഹിയിൽ ചേരുന്നുണ്ട്. അതേസമയം ഇതിനകം തന്നെ ഭൂരിപക്ഷം ഉറപ്പാക്കിയെന്നും മികച്ച നിലയിൽ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ നരേന്ദ്രമോദി സർക്കാർ എത്തുമെന്നുമാണ് BJPയുടെ അവകാശവാദം. കടുത്ത ചൂടിനെ അവഗണിച്ചും രാവിലെ മുതൽ തന്നെ വീടുകൾ കയറിയുള്ള പ്രചരണത്തിലാണ് എല്ലാ പാർട്ടികളുടെയും നേതാക്കളും പ്രവർത്തകരും. ഇന്ന് പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസിയിൽ ഇരുവിഭാഗങ്ങളും ഗ്രൂപ്പുകളായി വീടുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. നമ്മൾ ഇരുപക്ഷത്തുള്ള നേതാക്കളുമായി അല്ലാതെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ നമ്മൾ ചർച്ചകളിലോ അല്ലെങ്കിൽ അവകാശവാദങ്ങൾക്കപ്പുറം ആത്മാർത്ഥമായി തന്നെ വലിയ വിജയപ്രതീക്ഷ രണ്ട് പക്ഷത്തിനുണ്ട്. അപ്പോൾ ഉറപ്പായും അതിനകത്തൊരു ആങ്സൈറ്റി ഫാക്ടർ ഉണ്ട്. നാളെ എക്സിറ്റ് പോൾ എന്നറിയാം. അതിനുശേഷം 4-ാം തീയതിയിലേക്ക് വേണ്ടിയുള്ള ആകാംക്ഷാപൂർവ്വമായ കാത്തിരിപ്പിലാണ് രാജ്യം. എന്തായാലും കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാന്ത ധ്യാനം 2-ാം ദിവസവും തുടരുകയാണ്. ധ്യാനനിരതനായ നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. സാഗരങ്ങളുടെ സംഗമസ്ഥാനത്ത് സൂര്യാസ്തമയം കണ്ട് ഇന്നലെ വൈകിട്ട് 6:45 നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിലേക്ക് കടന്നത്. 45 മണിക്കൂർ നീളുന്ന ധ്യാനത്തിനിടെ പ്രധാനമന്ത്രി കഴിക്കുക ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രം. കരിക്കും മുന്തിരി ജ്യൂസും ചൂടുവെള്ളവുമാണ് പ്രധാനം. ഈ സമയം അത്രയും മോദി മൗനവ്രതത്തിലായിരിക്കും. ധ്യാനമണ്ഡപത്തിന് പുറത്തേക്ക് ഇറങ്ങില്ല. ദൂരദർശനും ANIക്കും മാത്രമാണ് വിവേകാനന്ദ പാറയിൽ റിപ്പോർട്ടിങ്ങിനായി പ്രവേശനമുള്ളത്. നരേന്ദ്രമോദിയുടെ ധ്യാന നിമിഷങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. വെള്ളവസ്ത്രത്തിൽ ധ്യാനം തുടങ്ങിയ പ്രധാനമന്ത്രി 2-ാം ദിനം കാഷായ വസ്ത്രത്തിലാണ്. 2019 കേദർനാഥിൽ ധ്യാനമിരുന്നപ്പോഴും നരേന്ദ്രമോദി കാഷായ വസ്ത്രത്തിലായിരുന്നു. കന്യാകുമാരിയുടെ കടലിലും കരയിലും ശക്തമായ സുരക്ഷാ വലയമുണ്ട്.
നാവികസേനയും തീരസംരക്ഷണ സേനയും കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. 2000 പോലീസുകാരാണ് കരയിൽ കാവലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന നാളെ വൈകിട്ട് വരെ നരേന്ദ്രമോദി ധ്യാനത്തിൽ തുടരും. 3:30 കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി വാരണാസിയിലേക്ക് തിരിക്കും. മോദിയുടെ മണ്ഡലമായ വാരണാസിയിലും നാളെയാണ് വോട്ടെടുപ്പ്. അജീഷ് ജയകുമാർ, 24, കന്യാകുമാരി. കന്യാകുമാരിയിൽ അജീഷ് ജയകുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അജീഷ്, അവിടേക്ക് വരുന്ന സഞ്ചാരികൾക്ക് ഏത് രീതിയിലാണ് നിയന്ത്രണം? എന്താണ് അവിടെ ഒരു രാഷ്ട്രീയ വൈബ്, അജീഷ്? ഹാഷ്മി, എന്തായാലും മുൻപ് ഒരു പ്രധാനമന്ത്രിമാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയുള്ള മോദിയുടെ സഞ്ചാരം തുടരുകയാണ്. 2ാം ദിനം കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ മോദിയുടെ ധ്യാനം തുടരുന്നു. ശക്തമായ സുരക്ഷ തന്നെയാണ് കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സഞ്ചാരികൾക്ക് കാൽനടയായിട്ട് ഈ വിവേകാനന്ദ പാറയുടെ സമീപത്തേക്ക് വരാൻ, പക്ഷേ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണമുണ്ട്. ചെറിയ കടകൾക്ക് മറ്റും നിയന്ത്രണമുണ്ട്. വഴിയോര വാണിഭക്കാരെയൊക്കെ മാറ്റി പറപ്പിച്ചിരുന്നു. ശക്തമായ സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കടലിലും കരയിലും തന്നെ സുരക്ഷയുണ്ട്. നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കടലിൽ കാവലുണ്ട്. അതേപോലെ കരയിൽ 2000-ലധികം പോലീസുകാരുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 2019-ലും 2014-ലും മോദി സമാനമായി ഈ ഇലക്ഷൻ ടൈമിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇതേപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ധ്യാനത്തിന് പോയിരുന്നു. 2014-ൽ മറാത്ത രാജവംശം മുഗൾ രാജവംശത്തെ പരാജയപ്പെടുത്തിയ പ്രതാപ്ഘട്ടിലായിരുന്നു. അന്ന് ഛത്രപതി ശിവജിയുടെ ഓർമ്മയ്ക്ക് ആയിട്ടാണ് പ്രധാനമന്ത്രി അവിടെ ധ്യാനത്തിനായി പോയത്. 2019-ൽ മന്ദാകിനി നദിക്കരയിൽ കേദാർനാഥിൽ 17 മണിക്കൂറിൽ ധ്യാനം വരുന്നു. ഇപ്പോൾ ഇതാ നാളെ വാരണാസിയിലടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനവട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം മോദി ധ്യാനത്തിലാണ്. ഇതിനെതിരെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. കടുത്ത വിമർശനമാണ് മോദിയുടെ ഈ ധ്യാനത്തിനെതിരെ അവർ ഉന്നയിച്ചിരുന്നത്. മോദി ഈ വിവേകാനന്ദൻ 1892-ൽ ധ്യാനത്തിനിരുന്ന ഈ സ്ഥലത്ത് മോദി ധ്യാനത്തിനിരിക്കുമ്പോൾ മോദിക്ക് ബോധോദയം ഉണ്ടാകട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തിയത്, പരിഹസിച്ചത്. എന്നാൽ BJP നേതാക്കൾ പറഞ്ഞത് പ്രധാനമന്ത്രി പുതിയ ഭാവി ഇന്ത്യയ്ക്കായി, വികസിത ഭാരതത്തിനായുള്ള ആശയങ്ങളുമായി കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചു വരുമെന്നായിരുന്നു. എന്തായാലും നാളെ വൈകിട്ട് 3:30 ആണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് തിരിക്കുക. കന്യാകുമാരിയിൽ നിന്ന് നേരെ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് ഇറങ്ങി നേരെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലായിരിക്കും എത്തുക. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവേകാനന്ദ പാറയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അങ്ങനെ തുടരുകയാണ് ധ്യാനം. അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്, രാഷ്ട്രീയ ധ്യാനമാണ് എന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല എന്ന് BJP പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടമാകുമ്പോൾ അങ്ങനത്തെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ സ്വാഭാവികവുമാണ്. എന്തായാലും മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. പരാമർശം അപമാനകരം എന്ന് പറയുന്നു രമേശ് ചെന്നിത്തല. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് DYFIയും ആവശ്യപ്പെട്ടു. ഗാന്ധിജിയെക്കുറിച്ച് അറിയാൻ ലോകത്തിന് സിനിമയുടെ ആവശ്യമില്ല എന്ന് കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക മുഖപ്രസംഗവും എഴുതി. നരേന്ദ്രമോദിക്കെതിരെ സംവിധായകൻ ലൂയിത് ബർമൻ ഗുവാഹത്തി പോലീസിൽ പരാതിയും നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദു മഹാസഭയുടെ പ്രേതം ബാധിച്ചെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഗോഡ്സെയെ പോലെ ഗാന്ധി ഘാതകരിൽ നിന്ന് പരിശീലനം ലഭിച്ചതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരം പരാമർശം നടത്തിയതെന്നും രമേശ് ചെന്നിത്തല. അദ്ദേഹം കേവലം ഒരു സിനിമയുടെ മാത്രമാണ് ലോകത്തെ തലമുറകൾ അറിഞ്ഞത് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നാഥുറാം ഗോഡ്സെയെ പോലെയുള്ള ഗാന്ധി ഘാതകരുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് പരിശീലനം കിട്ടിയതുകൊണ്ടാകാം. ഗാന്ധി സിനിമ ഇറങ്ങുന്നതിനു മുൻപേ മഹാത്മാഗാന്ധിയെ ലോകം ആരാധിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിക്കത് വിശ്വസിക്കാൻ ആകുന്നില്ല എന്നത് കഷ്ടമാണെന്നായിരുന്നു ദീപികയുടെ മുഖപ്രസംഗം. ഗാന്ധിജിയെക്കുറിച്ച് അറിയാത്തവരുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അറിവ് എന്താണെന്ന ചോദ്യവും മുഖപ്രസംഗത്തിലുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് മോദി നടത്തിയതെന്ന് DYFI ദേശീയ അധ്യക്ഷൻ AA റഹീം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത്. ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ്. വിവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചലച്ചിത്ര സംവിധായകൻ ലൂയിത് ബർമൻ ഗുവാഹത്തി പോലീസിൽ പരാതി നൽകി. ഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശം നിന്ദ്യവും അപകീർത്തികരവുമെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 24 ഡൽഹി. മഴ തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണ്. ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് കൊച്ചിയിലടക്കം. എന്തായാലും മഴ കുറഞ്ഞതോടെ വീടുകളിലടക്കം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൊച്ചി നിവാസികൾ. പറവൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി. മഴക്കാല പൂർവ്വ ശുചീകരണം അവതാളത്തിലായെന്ന് ആരോപിച്ച് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് CPIM മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും പ്രതിഷേധ പ്രകടനം നടത്തി.
തകർത്തു പെയ്ത മഴ മാറി നിന്നതോടെയാണ് വെള്ളം കയറിയ വീടുകളിൽ ശുചീകരണ പ്രവൃത്തിയുമായി വീട്ടുകാർ തന്നെ രംഗത്തെത്തിയത്. കളമശ്ശേരി മൂലേപ്പാടത്തായിരുന്നു പ്രധാനമായും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. വീടുകളിൽ കെട്ടിക്കിടന്ന അഴുക്കുവെള്ളമടക്കം നീക്കം ചെയ്തായിരുന്നു ശുചീകരണം. വീട്ടിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങളെല്ലാം പോയി, ലാപ്ടോപ്പ്, TV, അതുപോലെ വാഷിംഗ് മെഷീന്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നശിച്ചിരിക്കുകയാണ്. അങ്ങനെ പുതിയ കാറായിരുന്നു, പുതിയ കാർ ഫുൾ ലോസ് ആണ് ഇപ്പോൾ സംഭവം. ഇന്ന് തുണികൾ കംപ്ലീറ്റ് പോയി. ഇനിയിപ്പോ ഈ ഡ്രസ്സൊന്നും മാറിയിടാനുള്ള സംവിധാനം ഞങ്ങൾക്കില്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് കാണുകയോ ഞങ്ങളുടെ ദുഃഖത്തിലൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയോ ചെയ്യാനായിട്ടുള്ള അധികാരികൾ ആരും ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനിടെ മഴക്കെടുതിയിൽ നാടുവലഞ്ഞിട്ടും ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി പി രാജുവിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. ഇങ്ങനെ മഴ വരുമെന്നും ഇത്തരത്തിൽ മഴവെള്ളം കയറുമെന്നും തന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ മുൻപ് ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും നന്നായി അറിയാവുന്ന മന്ത്രി എന്തുകൊണ്ടാണ് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നത്? കളമശ്ശേരിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടും നഗരസഭ തോടുകൾ വൃത്തിയാക്കാൻ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഓഫീസിനു മുന്നിലേക്കും പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാക്കുന്ന പ്രധാന റോഡുകൾ വൃത്തിയാക്കുന്ന ജോലികൾക്ക് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടക്കമായി. 24 കൊച്ചി. കോഴിക്കോട് ചേലേമ്പ്ര പാറയിൽ 11-കാരൻ മുങ്ങി മരിച്ചു. പാറയിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാദിലിനെ ആണ് വീടിനടുത്തെ വെള്ളക്കെട്ടിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാതായ കുട്ടിക്കായി നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്ന് തെരച്ചിൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് പുള്ളിക്കടവ് പാലത്തിനടുത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, അമ്മയെ പൂട്ടിയിട്ട് മകൻ വീട് കത്തിച്ചു എന്നൊരു വാർത്ത വരുന്നത്. എന്താണ്, തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് പേരേറ്റുമുകളിലാണ് സംഭവം. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. വെഞ്ഞാറമ്മൂട് സ്വദേശി ബിനുവാണ് ആക്രമിച്ചത്. നാട്ടുകാരോട് ഇടപെട്ടതോടെ ദുരന്തം ഒഴിവായി. വീടിന് കാര്യമായ കേടുപാടുമില്ല. എങ്കിൽ കൂടിയും അമ്മയെ വീടിനകത്തിട്ട് പൂട്ടി വീടൊക്കെ കത്തിക്കുക, അത് എന്ത് മദ്യലഹരിയാണോ എന്തോ അത്. കോട്ടയം പായ്പാട്ട് പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൊന്നൊടുക്കി. സംസ്കരിക്കാനുള്ള നടപടികൾ തുടങ്ങി. പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് താറാവുകളെ കൊന്നു കുഴിച്ചു മൂടുന്നത് ഒഴിവാക്കി ഇൻസിനേറ്റർ ഉപയോഗിച്ച് കത്തിച്ചു കളയാനാണ് തീരുമാനം. പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ഔസേപ്പ് മാത്യു എന്ന കർഷകന്റെ താറാവുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പരിശോധനാ ഫലം വന്നതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം താറാവുകളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ പ്രദേശത്ത് വെള്ളം കയറിയതിനാൽ താറാവുകളെ കൊന്നു കുഴിച്ചു മൂടാനാകില്ല. അതിനാൽ ഇൻസിനേറ്റർ ഉപയോഗിച്ച് താറാവുകളെ കത്തിച്ചു കളയാനാണ് തീരുമാനം. ഇതിനായി 14ഓളം ഇൻസിനേറ്ററുകൾ പ്രദേശത്തെത്തിച്ചു. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇൻസിനറേറ്റർ നമുക്ക് കുറവാണ് വന്നിരിക്കുന്നത്, 4 ഉള്ളൂ. നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു 25 വേണം. കുഴിക്കാൻ പറ്റത്തില്ല, അതാണ് ശരിക്കും ചെയ്യാൻ പറ്റത്തില്ല. വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നമ്മള് പിന്നെ കുഴിക്കും തോറും വെള്ളം വരുമല്ലേ, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആറുള്ളത് കൊണ്ടും അതും കണ്ടാമിനേഷൻ വരും. കൺട്രോൾഡ് ആണ് ഇത്. നമ്മൾ 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളത് ഇൻഫെക്റ്റഡ് ഏരിയ ആയിട്ടാണ്. പിന്നെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളത് നമ്മുടെ സർവൈലൻസ് ഏരിയ ആയിട്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശത്തിന് 1 കിലോമീറ്ററിലുള്ള പക്ഷികളെയെല്ലാം കൊന്നൊടുക്കും. പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പക്ഷികളുടെ വിപണനവും കടത്തലും നിരോധിച്ചു. പായിപ്പാട് പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും ചങ്ങനാശ്ശേരി നഗരസഭയിലും വാഴപ്പള്ളി, തൃക്കൊടിത്താനം, കുറിച്ചി ഗ്രാമപഞ്ചായത്തുകളിലും ജൂൺ 2 വരെ നിയന്ത്രണങ്ങളുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം. നടു റോഡിൽ കത്തിയുമായ ഒരു പിറന്നാളാഘോഷം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ വ്യാസർപാടി സ്വദേശി മണിമാറിനെയാണ് അവിടെ അറസ്റ്റ് ചെയ്തത്. പിറന്നാളാഘോഷത്തിനിടെ കത്തിയുമായി കക്ഷി നൃത്തം വയ്ക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ആ പിറന്നാളാഘോഷം വ്യാസർപാടി സ്വദേശി മണിമാരൻ മറക്കാനിടയില്ല. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ MLA വാഴൂർ സോമന് ആശ്വാസം. വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്ത് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വാഴൂർ സോമൻ സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നായിരുന്നു സിറിയക് തോമസിന്റെ ആരോപണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് LDF സ്ഥാനാർത്ഥിയായിരുന്ന വാഴൂർ സോമനെ വിജയിയായി പ്രഖ്യാപിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും ഫലം റദ്ദാക്കണമെന്നുമായിരുന്നു ഹർജി. അപൂർണമായ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ച നടപടി ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 100-ാം വകുപ്പിന് വിരുദ്ധമാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായിരിക്കെയാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇത് ഇരട്ടപ്പദവിയുടെ പരിധിയിൽ വരും. ബാധ്യതകളും വരുമാനവും സംബന്ധിച്ച സാക്ഷ്യപത്രം LDF സ്ഥാനാർത്ഥി നൽകിയില്ല. ഇക്കാര്യങ്ങൾ
നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ നിന്നും മറച്ചുവെച്ചു. ഇത് 2002 സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സിറിയക് തോമസ്. നോമിനേഷൻ സമയത്ത് വാഴസ്വാമൻ നൽകിയ അഫിഡവിറ്റിൽ ഏതാണ്ട് 16ഓളം കോളം ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പം അത് അതിൻ്റെ ചൂട്ട് പിടിച്ചാണ് നമ്മൾ ഈ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അതോടൊപ്പം തന്നെ